ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ന്യൂ ടോപ്പിക്കാണ്. അതായത് ഗോസ്റ്റിംഗ് റിലേഷൻഷിപ്സിന് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ നമ്മുടെ റീഡിങ്. അപ്പോൾ പലർക്കും അറിയുന്നുണ്ടാവില്ല എന്താണ് ഈ ഒരു ഗോസ്റ്റിംഗ് റിലേഷൻഷിപ്പ് എന്നുള്ളത്. പക്ഷെ നിങ്ങളിൽ പലരും അനുഭവിച്ചിട്ടുള്ളൊരു കാര്യം തന്നെയാണത്. അപ്പോൾ നമുക്ക് അറിയാം, ഇങ്ങനെയുള്ളൊരു റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിലും അതിനകത്ത് പാളിച്ചകൾ വരാം, ബ്രേക്കപ്പ് ഉണ്ടാവാം, റീയൂണിയൻ ഉണ്ടാവാം, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും സംഭവിക്കാം. അപ്പോൾ ചില ഒരു ബ്രേക്കപ്പിലോ കാര്യങ്ങളിലോ ഈ ഒരു വ്യക്തി നമ്മളോട് പറഞ്ഞിട്ടായിരിക്കും പോകുന്നത്. അതായത് ഈ ഒരു സമയത്ത് എനിക്കിനി ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല, പക്ഷേ കുറച്ച് നാൾ കൂടി വെയിറ്റ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ ഞാൻ തിരികെ വരാം എന്ന് പറഞ്ഞ് പോകുന്നവരുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് വേണ്ട, ഇനി ഇത് തുടർന്ന് പോകാൻ സാധിക്കില്ല എന്ന് പറഞ്ഞിട്ട് അവരുടേതായ വഴി നോക്കി പോകുന്ന വ്യക്തികളുണ്ട്. ചിലപ്പോൾ രണ്ടുപേരും ഒരേപോലെ തന്നെ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് മ്യൂച്വലായിട്ട് പിരിഞ്ഞു പോകുന്ന വ്യക്തികളുണ്ട്. ഇതൊക്കെ നമ്മൾ കാണുന്ന അല്ലെങ്കിൽ കോമൺലി ഉണ്ടാകുന്ന ആ ഒരു പ്രശ്നങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇവിടെ ആ ഒരു ഗോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ഈ ഒരു പേഴ്സൺ പ്രത്യേകിച്ച് നിങ്ങളോട് ഒന്നും പറഞ്ഞിട്ടുണ്ടാവില്ല. അതായത് നിങ്ങളെ വേണമെന്നും ഇവർ പറഞ്ഞിട്ടുണ്ടാവില്ല, വേണ്ട എന്ന് പറഞ്ഞിട്ടും ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു തരത്തിൽ നിങ്ങൾക്ക് പോലും ഒരു ക്ലാരിറ്റി ഉണ്ടാവില്ല എന്താണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർക്ക് വേണ്ടി കാത്തിരിക്കണോ അല്ലെങ്കിൽ ഇത് ഉപേക്ഷിച്ച് പോകണോ, ഇങ്ങനെ നിങ്ങൾ പോലും ആകെ കൺഫ്യൂസ്ഡ് ആയിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള റിലേഷൻഷിപ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ആ ഒരു റീഡിങ് ചെയ്യുന്നത്. അപ്പോൾ സാഹചര്യം എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ബ്രേക്കപ്പ് എന്ന് പറയുന്ന സംഗതി കുറച്ച് പെയിൻഫുള്ളാണ്. നമ്മൾ ഒരുപാട് ഇമോഷണലി ഡൗൺ ആയി പോകുന്ന, കുറേ പേര് ഫിസിക്കലിയും ഡൗൺ ആയി പോകും, അങ്ങനെയൊക്കെ സംഭവിക്കുന്നൊരു കാര്യം തന്നെയാണ്. പക്ഷേ ഈ ഒരു ഗോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ പെയിൻഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമ്മൾ ഉത്തരം കിട്ടാതെ കുഴങ്ങുന്നൊരവസ്ഥയാണ്. നമുക്ക് തന്നെ അറിയില്ല. ഇപ്പോൾ ഒരാൾ നമ്മളുടെ മുഖത്ത് നോക്കി നമ്മൾ വേണ്ട, എനിക്ക് വേണ്ടി ഇനി കാത്തു നിൽക്കണ്ട, ഞാൻ എൻ്റെ വഴിയിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്പം വേദന ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ആ ഒരു വ്യക്തിയുടെ അടുത്ത് നിന്ന് നമുക്കൊരു റിപ്ലൈ കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ അവരുടെ ഒരു ഡിസിഷൻ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് അറ്റ്ലീസ്റ്റ്. പക്ഷേ ഇവിടെ ഇങ്ങനെയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഒരുപാട് പെയിൻഫുള്ളായിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നമ്മളൊരു ട്രോമ സഹിച്ച് മുന്നോട്ട് പോകേണ്ടുന്ന ഒരു സിറ്റുവേഷൻ തന്നെയാണ് ഈ ഒരു ഗോസ്റ്റിംഗ് റിലേഷൻഷിപ്സിൽ വരിക. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസായി മാത്രം എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യാതെ വിട്ടുകളയുക. അപ്പോൾ ഈ ഒരു റീഡിംഗ് കാണുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സണെ മനസ്സിലേക്ക് കൊണ്ടുവരിക. അവരെക്കുറിച്ച് വളരെ പോസിറ്റീവായി തിങ്ക് ചെയ്തുകൊണ്ട് മാത്രം ഈ ഒരു വീഡിയോ ആയിട്ട് കണക്റ്റ് ആവാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമുക്കിന്നിവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. ഇവിടെ ഇപ്പോൾ ആദ്യമേ തന്നെ ലവേഴ്സ് ഒറാക്കിൾ നമുക്ക് എന്താണ് പറഞ്ഞു തരുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു ഫസ്റ്റ് കാർഡ് പറയുന്നത്, You may not always understand why certain things happen. However, there is always a higher purpose to the events in your life. Through turmoil, a blessing will soon be revealed. അതായത് നമ്മുടെ ലൈഫിലുണ്ടാകുന്ന പല കാര്യങ്ങളും എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് നമുക്കറിയില്ല. വളരെ നമ്മൾ ദുഃഖിപ്പിക്കുന്ന, അല്ലാന്നുണ്ടെങ്കിൽ സഫർ ചെയ്യിക്കുന്ന കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കുന്നുണ്ടാവാം, എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഇങ്ങനെ വരുന്നത്, ഞാൻ ആരെയും ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ളവരധികം ദ്രോഹിക്കുകയോ ഒക്കെ ചെയ്തിട്ടുള്ള വ്യക്തിയല്ല, എന്നിട്ടും ഞാൻ ഈ ഒരു സഫറിങ്സിലൂടെ കടന്നു പോകുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു ചിന്തകൾ പലപ്പോഴും നമുക്കുണ്ടാവാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്ന ഓരോ ഇവൻറ്റിനും അതിൻ്റേതായിട്ടുള്ള ഒരു പർപ്പസ് ഉണ്ട്, അത് നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്ന ഓരോ ഇവൻറ്റിനും ഒരു പർപ്പസ് ഉണ്ട്. ആ ഒരു പർപ്പസ് അവിടെ പൂർത്തിയായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ലഭിക്കുക ഒരു ബ്ലെസ്സിങ് ആണ്. ആ ഒരു ബ്ലെസ്സിങ് നമ്മളിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്ട്രഗിൾ ഉണ്ടാവുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നാണ് ഈ ഒരു ആദ്യത്തെ കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഇനി ഇവിടെ കിട്ടിയിരിക്കുന്ന ആ ഒരു സെക്കൻഡ് കാർഡ് എന്താണ് പറയുന്നത് എന്നുള്ളത് നോക്കാം. ലൈഫ് ഈസ് എ സീരീസ് ഓഫ് കോൺസ്റ്റൻ്റ്ലി ഷിഫ്റ്റിംഗ് സൈക്കിൾസ്. വെൻ വി റെസിസ്റ്റ് ചേഞ്ച്, വി റെസിസ്റ്റ് ദ നാച്ചുറൽ ഫ്ലോ ഓഫ് ലൈഫ് ആൻഡ് ക്രിയേറ്റ് അൺനെസസറി സ്ട്രെസ്. ഗോ വിത്ത് ദ ഫ്ലോ, യു വിൽ ബി സർപ്രൈസ്ഡ് വേർ ഇറ്റ് ലീഡ്സ്. അതായത് ഇവിടെ പറയുന്നത് നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് ഒരുപാട് സൈക്കിൾസിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പല പല അപ്പ് ആൻഡ് ഡൗൺസ് നമ്മുടെ ലൈഫിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ചിലപ്പോൾ നമുക്ക് ഒരുപാട് ദുഃഖമാണെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് വീണ്ടും സന്തോഷം വരാം, വീണ്ടും ദുഃഖം വരാം. ആ ഒരു തരത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഒരു കർമ്മയോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ മുജന്മത്തിലുള്ള
കാര്യങ്ങളോ അങ്ങനെ എന്തും ആവാം. ഇതൊക്കെ റിലേറ്റ് ചെയ്ത് ചിലവർക്ക് ആ ഒരു സൈക്കിൾസിൽ കൂടുതലായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് സന്തോഷകരമായ കാര്യങ്ങളും ദുഃഖങ്ങൾ കുറവുമായിരിക്കും. മറ്റു ചിലർക്കാണെന്നുണ്ടെങ്കിൽ കൂടുതലും ദുഃഖങ്ങളായിരിക്കും. അതുപോലെ തന്നെ സന്തോഷിക്കേണ്ടുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് ചിലപ്പോൾ കുറച്ചായിരിക്കും കിട്ടുക. അപ്പോൾ ഇങ്ങനെ ഉണ്ടാവുന്ന ഈ ഒരു മാറ്റങ്ങൾ നമ്മൾ അംഗീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാവുന്ന ആ ഒരു നാച്ചുറൽ ഫ്ലോയിനെ നമ്മൾ തടയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ തടയുക വഴി നമുക്കുള്ള സ്ട്രെസ്സ് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നു. കാരണം നമ്മളൊരു കാര്യം വന്നു കഴിഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇതിങ്ങനെയാണ്, ഈ ഒരു സമയത്ത് ഇങ്ങനെയാണ് വരേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ട്രൂത്ത് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധിവരെ നമ്മുടെ സ്ട്രെസ്സ് നമുക്ക് തന്നെ മാറ്റാനായിട്ട് കഴിയുമെന്നുള്ളതാണ്. അതുകൊണ്ട് പലപ്പോഴും നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഗോ വിത്ത് ദ ഫ്ലോ. നമ്മുടെ ലൈഫ് എങ്ങോട്ടാണോ കൊണ്ടുപോകുന്നത് ആ ഒരു രീതിയിലേക്ക് പോവുക. നമ്മൾ അവിടെ പിടിച്ചു നിർത്താനായിട്ട് ശ്രമിക്കരുത് എന്നുള്ളതാണ്. അതായത് ഒരു കണക്കിന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പ്രകൃതി അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ, യൂണിവേഴ്സോ ഡിവൈനോ, അത് നമുക്ക് തരുന്ന ആ ഒരു മാറ്റത്തെ നമ്മൾ ചോദ്യം ചെയ്യാതിരിക്കുക, അതിനോടൊപ്പം ഒരുമിച്ച് പോകാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ഈ ഒരു കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, നമ്മളിവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു സ്പ്രെഡ് വെക്കുന്നത് തന്നെ ആ ഒരു ഗോസ്റ്റ് ടൈപ്പ് റിലേഷൻഷിപ്സിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോയിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്പ്രെഡ് വെക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് പറയാനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഇപ്പോഴുള്ള നിങ്ങളുടെ ഒരു കറൻറ്റ് എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ കൂടുതലായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് അധ്വാനിക്കുന്നില്ല, അല്ലെങ്കിൽ കൂടുതലായിട്ട് ഇതിന് വേണ്ടിയിട്ട് എനർജി ഡ്രെയിൻ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഇതിൻ്റെ ഒരു പാസ്റ്റ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫോക്കസ് എന്ന് പറയുന്നത് ഈ ഒരു വ്യക്തിയും അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പും തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോൾ നിങ്ങൾ അതിൽ നിന്ന് ഒരുപാട് മാറിയിരിക്കുന്നു. നിങ്ങൾക്ക് ഏതൊക്കെയോ ഗോൾസ് അച്ചീവ് ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ പതിയെ നിങ്ങളുടെ ഒരു ട്രാക്ക് മാറ്റിപ്പിടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടാവുന്നത്, ഇവിടെ ഈ ഒരു പേഴ്സൺ നിങ്ങളോട് വേണമെന്നോ അല്ലെങ്കിൽ വേണ്ടാന്നോ തുറന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല. ഇപ്പം നിങ്ങൾ ഇഷ്ടമില്ല അല്ലെങ്കിൽ മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് ആയിക്കോട്ടെ, വേറെ ഏതെങ്കിലും സിറ്റുവേഷനിലേക്കാണ് ആൾ പോയിട്ടുള്ളതെങ്കിലും പറഞ്ഞ് നിർത്തിപ്പോയിട്ടില്ല. അല്ല, നിങ്ങളെ തന്നെ വേണം അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി കാത്തിരിക്കണം എന്നാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതായത് നിങ്ങൾക്ക് യാതൊരു ഉത്തരവും തരാതെ പോയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് കൂടുതലൊരു ക്ലാരിറ്റി അല്ലെങ്കിൽ ആ ഒരു വ്യക്തത കിട്ടുന്നതിന് വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചോദിച്ചു നോക്കിയിട്ടുണ്ടാവാം. അപ്പോഴൊക്കെ ചിലപ്പോൾ ആദ്യകാലങ്ങളിൽ ഒരുപാട് കമ്മിറ്റ്മെൻറ്റൊക്കെ തന്നിട്ടുള്ള പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അതൊന്നും ചിലപ്പോൾ നിങ്ങൾ ചോദിക്കുമ്പോൾ ആൾ വീണ്ടും റിപ്പീറ്റായിട്ട് പറയുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു കാര്യത്തിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ ആൾ സംസാരിക്കാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും ഉണ്ടായിട്ടുള്ളത്. ഇവിടെ ചിലപ്പോൾ നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് ഒരുപാട് റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. അപ്പോൾ നിങ്ങളോട് എല്ലാ തരത്തിലുള്ളൊരു ഇഷ്ടമുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ പല ആളുകളും ആഗ്രഹിക്കുന്ന രീതിയിൽ അത് എക്സ്പ്രസ് ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയാണ്. കാരണം എല്ലാവരും എക്സ്പ്രസ് ചെയ്യണമെന്നില്ല. ചിലവർക്ക് നമ്മളോട് മനസ്സിൽ ഒരുപാട് സ്നേഹവും അല്ലെങ്കിൽ ഒരു കരുതലൊക്കെ ഉണ്ടെങ്കിൽ പോലും അതൊന്നും പ്രകടിപ്പിക്കാതെ ഉള്ളിൽ വെച്ചിട്ട് ഇച്ചിരി ഗൗരവം പിടിച്ച് നടക്കുന്ന വ്യക്തികളായിരിക്കാം. പക്ഷേ ഇവിടെ നമ്മൾ അങ്ങനെയല്ല, ഒരുപാട് എക്സ്പ്രസ് ചെയ്യുന്ന അല്ലെങ്കിൽ പലരും ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെ ഒരു പാർട്ട്ണർ ആവാനായിട്ട് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു പേഴ്സണാണ്. ഒരുപാട് സ്നേഹം എക്സ്പ്രസ് ചെയ്യുന്ന അല്ലെങ്കിൽ അത്രത്തോളം റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു വ്യക്തിയെ തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയായിരിക്കാം നിങ്ങൾ ഈ ഒരു വ്യക്തിയെ ഒരുപാട് ഇഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് എന്നേക്കുമായിട്ട് ഈ ഒരു വ്യക്തി മതി എന്നുള്ളൊരു രീതിയിൽ, അല്ലെങ്കിൽ അത്രയും സ്നേഹം ചിലപ്പോൾ നിങ്ങൾ മറ്റാർക്കും ലൈഫിൽ കൊടുത്തിട്ടുണ്ടാവില്ല. ഇപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ സമീപത്തില്ലെങ്കിൽ പോലും അത്രയും സ്നേഹിക്കാനായിട്ട് നിങ്ങൾക്ക് മറ്റാരെയും പറ്റിയിട്ടുണ്ടാവില്ല. അത്രയധികം ഒരു ബോണ്ട് ഈ ഒരു പേഴ്സണുമായിട്ട് നിങ്ങൾക്കുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ അത്രയും ഇമോഷൻസും കൊടുത്തിട്ടുള്ളത് ഈ ഒരു വ്യക്തിക്ക് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഏത് രീതിയിലും അല്ലെങ്കിൽ ഏത് തരത്തിൽ നോക്കിയാലും ഈ ഒരു പേഴ്സണെ ട്രസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഒരിക്കലും ഇവർ നിങ്ങളെ ചീറ്റ് ചെയ്ത് പോകുന്നോ അല്ലാന്നുണ്ടെങ്കിൽ ഇവർ നിങ്ങളെ വേദനിപ്പിക്കുന്നതെന്ന് നിങ്ങൾ കരുതിയിട്ടുണ്ടാവില്ല. കാരണം ആ ഒരു റിലേഷൻഷിപ്പ് അത്രയും ഫ്ലറിഷ്ഡ് ആയ ഒരു സമയത്ത് അത്രയധികം കെയറിങ് ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരുപാട് വാഗ്ദാനങ്ങൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവാം. ചിലപ്പോൾ നിങ്ങളാണ് അവരുടെ ലൈഫിൽ അൾട്ടിമേറ്റ് എന്നൊക്കെ ആ ഒരു പേഴ്സൺ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവാം. അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ ഇവർ നിങ്ങളോട് കാണിച്ചിരുന്ന സ്നേഹം അല്ലെങ്കിൽ ആവേശം എന്ത് തന്നെ ആയിക്കോട്ടെ, അതെല്ലാം പിന്നീട് പോകെ പോകെ വളരെ കുറഞ്ഞു പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡിൽ ആ ഒരു പേഴ്സൺ ചേഞ്ച് ചെയ്തിട്ടുണ്ടാവാം. അതായത് ഒരുപാട് നിങ്ങളെ പ്രശംസിച്ചിരുന്ന അല്ലെങ്കിൽ ഒരുപാട് നിങ്ങളാണ് അവരുടെ ലൈഫിലെല്ലാം എന്നൊക്കെ പറഞ്ഞിരുന്ന ഒരു വ്യക്തി ഒരു മടുപ്പ് അല്ലെങ്കിൽ നിങ്ങളോടൊരു ഡിസ്റ്റൻസ് സൂക്ഷിക്കുന്ന പോലെയുള്ള ഒരു തോട്ടൊക്കെ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവാം. പക്ഷേ ഇങ്ങനെയുള്ളൊരു അടുപ്പക്കുറവോ അല്ലെങ്കിൽ പഴയ പോലെയുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് ഇല്ലാത്തൊരു ഫീലിങ്ങോ ഒക്കെ
ഒരിക്കലും ഈ ഒരു വ്യക്തി നിങ്ങളോട് ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ വെർബലി ഇവർ നിങ്ങളോട് ഇത് സംസാരിച്ചിട്ടുണ്ടാവില്ല. അവരുടെ പ്രവൃത്തിയിൽ നിന്ന് നിങ്ങൾക്ക് സ്വയം ഒരു ഫീലിംഗ് ആണ് ഉണ്ടായിട്ടുണ്ടാവുക. അതായത് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ പഴയതുപോലെയല്ല, എന്നിൽ നിന്ന് അകന്നു പോകാനായിട്ട് തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ ആ പണ്ട് കണ്ട അതേ വ്യക്തിയായിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ടാവില്ല. ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു പേഴ്സൺ അത് നിങ്ങളുടെ തോന്നലാണെന്നായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുന്നത്, അല്ലെങ്കിൽ അവരത് എഗ്രി ചെയ്തിട്ടുണ്ടാവില്ല. ചില സമയങ്ങളിൽ നിങ്ങളോട് ഒരുപാട് സ്നേഹം പിന്നീടും കാണിച്ചിട്ടുണ്ടാവാം, പക്ഷേ ചില സമയത്ത് സ്നേഹമില്ലാത്തൊരവസ്ഥ, രണ്ടും നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ യൂഷ്വലി ഇവിടെ നിങ്ങൾക്ക് സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ കൺഫ്യൂസ്ഡ് ആവും, ഏതാണ് ശരി. ഈ ഒരു പേഴ്സൺ പറയുന്നത് പോലെ അവർക്ക് നിങ്ങളോട് നല്ല സ്നേഹമുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ വെറും തോന്നൽ മാത്രമാണോ ഇങ്ങനെയുള്ളൊരു കാര്യം എന്നൊക്കെ നിങ്ങൾ തന്നെ ആലോചിച്ച് ചിലപ്പോൾ ഒരു ഉത്തരം കിട്ടാതെ ഇരുന്നിട്ടുണ്ടാവാം. അതായത് തുടക്കത്തിൽ നിങ്ങൾക്കാണ് ഈ ഒരു വ്യക്തി ഫുൾ ഫോക്കസ് തന്നുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ അവരുടെ ഒരു ന്യൂക്ലിയസ് എന്ന് പറയുന്നത് നിങ്ങളായിരുന്നു. നിങ്ങളെ ചുറ്റിപ്പറ്റിയാണ് അവരെല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത്, പറഞ്ഞിരുന്നത്, നിങ്ങൾക്ക് അത്രയധികം ഇമ്പോർട്ടൻസ് ഒക്കെ തന്നിരുന്നതെങ്കിൽ പിന്നീട് പതിയെ ആ ഒരു ഫോക്കസ് മാറിയിട്ടുണ്ടാവാം. ഈ ഒരു പേഴ്സൺ മറ്റൊരു കാര്യത്തിലേക്ക് അത് ഡീവിയേറ്റ് ചെയ്തിട്ടുണ്ടാവാം. ചിലപ്പോൾ അവർ പറയുന്ന ഒരു എക്സ്ക്യൂസ് എന്ന് പറയുന്നത് അവരുടെ ഫാമിലിയോടൊപ്പം കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യണമെന്നോ, അല്ലാന്നുണ്ടെങ്കിൽ ഫാമിലിക്ക് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നൊക്കെ ആയിരിക്കാം. അപ്പോൾ ഈ ഒരു പേഴ്സണുമായിട്ട് നിങ്ങൾക്കിപ്പോൾ വേറെ തരത്തിലുള്ള ഒരു എക്സ്ട്രാ മെരിറ്റൽ റിലേഷൻഷിപ്പൊക്കെയാണ്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ സിംഗിളായിട്ടുള്ള വ്യക്തികളാണ്, വിവാഹം കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്തൊരു റിലേഷൻഷിപ്പ് ആയിരിക്കും. പക്ഷേ പതിയെ പിന്നീട് വീട്ടുകാർക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, അല്ലെങ്കിൽ വീട്ടുകാർ നിങ്ങളുടെ കാര്യത്തിൽ അത്രയധികം ഒരു കൺവിൻസ്ഡ് അല്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ടാവാം. അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ആകെ മൊത്തം നിങ്ങളെ തന്നെ ഈ ഒരു പേഴ്സൺ കൺഫ്യൂസ് ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ ഇവരെനിക്ക് പഴയ പ്രാധാന്യം തരുന്നില്ലേ എന്നുള്ള ആ ഒരു തോട്ട് വരുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ അത്രയും നാളും നിങ്ങളാണ് എല്ലാം എന്ന് പറഞ്ഞ് നടന്നുകൊണ്ടിരുന്ന ആ ഒരു വ്യക്തി വേറെ പല കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളോട് പറയാതെ പറയുകയാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ അറിയട്ടെ എന്നുള്ള രീതിയിൽ സംസാരിച്ചതായിട്ട് തന്നെ നിങ്ങൾക്ക് തോന്നും. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരുപാട് കാലം ഈ ഒരു തരത്തിലായിരിക്കാം പോയിട്ടുണ്ടാവുക. അത് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് തുടങ്ങിയിട്ട് ചിലപ്പോൾ മാസങ്ങളായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ വർഷങ്ങളായിരിക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ആ തുടക്കത്തിൽ നിങ്ങൾക്ക് കിട്ടിയ സ്നേഹവും പരിഗണനയൊക്കെ ചിലപ്പോൾ കുറച്ച് കാലത്തേക്ക് മാത്രമേ ഉണ്ടായിട്ടുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ച് മാസങ്ങളായിരിക്കാം നിങ്ങൾക്ക് അങ്ങനെയുള്ളൊരു പരിഗണന കിട്ടിയിട്ടുണ്ടാവുന്നത്. കൂടുതലും ഇത്തരത്തിലൊരു ഓൺ ആൻഡ് ഓഫിലേക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് പോയിട്ടുണ്ടാവും. ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ചിലർ ആ ഒരു ഫാമിലിനെ ആയിരിക്കാം കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഫാമിലി ഉള്ളത് കൊണ്ട് എനിക്ക് പഴയതുപോലെ ആവാൻ സാധിക്കുന്നില്ല എന്നായിരിക്കും പറയുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവരുടെ ജോലി ഭാരം കൊണ്ടാണ്, ജോബിൻ്റെ കാര്യങ്ങൾ കുറച്ചുകൂടി നോക്കണം എന്നായിരിക്കാം. അപ്പോൾ ഏത് രീതിയിലാണെന്നുണ്ടെങ്കിലും ഇങ്ങനെയുള്ളൊരു ഡ്രാസ്റ്റിക് ചേഞ്ച് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ടാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു പേഴ്സണ് നിങ്ങളെ ഇഷ്ടമല്ല, അല്ലാന്നുണ്ടെങ്കിൽ പഴയ താല്പര്യമില്ല. പക്ഷേ അതവർ തുറന്ന് പറയാത്തത് നിങ്ങളായിട്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് നിർത്തിപ്പോയിക്കോട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ഇനിഷ്യേറ്റീവ് എടുത്ത് മുൻകൈ എടുത്ത് നിങ്ങളായിട്ട് തന്നെ ഒഴിഞ്ഞു പോകാൻ വേണ്ടിയായിരിക്കണം ഈ ഒരു പേഴ്സൺ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, അല്ലെങ്കിൽ തുറന്ന് പറയാതെ ഈ ഒരു തരത്തിൽ പെരുമാറുന്നത് അതിന് വേണ്ടിയിട്ടാണെന്നുള്ളൊരു തോട്ടിലേക്ക് നിങ്ങൾ പോയിട്ടുണ്ടാവാം. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു പേഴ്സണുമായിട്ട് യാതൊരു കോണ്ടാക്റ്റും ഉണ്ടാവാൻ സാധ്യതയില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ കാര്യത്തിൽ ഇപ്പോഴും നിങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ല. പക്ഷേ ആ ഒരു ക്ലാരിറ്റി ഇല്ല എന്നുള്ളൊരു പ്രശ്നം റീസെൻ്റ്ലി ആയിട്ട് ഉണ്ടായിട്ടുള്ളതല്ല. നിങ്ങളുടെ റിലേഷൻഷിപ്പ് തുടങ്ങി കുറച്ച് നാളുകൾക്ക് ശേഷം മുതലേ നിങ്ങൾക്ക് ആ ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടാവില്ല. കാരണം ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു ഗോസ്റ്റിംഗ് റിലേഷൻഷിപ്സ് ആണെന്നുണ്ടെങ്കിൽ പലതരത്തിലുണ്ടാവും. പക്ഷേ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഈ ഒരു പേഴ്സൺ വളരെ നാളുകൾക്ക് മുൻപ് തന്നെ, അതായത് ആ ഒരു സെപ്പറേഷനോ അല്ലെങ്കിൽ അതിന് തൊട്ട് മുൻപോ അല്ല, അതിനും ഒരുപാട് നാളുകൾക്ക് മുൻപ് തന്നെ ഈ ഒരു തരത്തിലുള്ള ഫ്ലക്ച്വേറ്റിംഗ് നേച്ചർ നിങ്ങളോട് കാണിച്ചിട്ടുണ്ടാവും. ചില സമയത്ത് ഒരുപാട് സ്നേഹം, ചില സമയത്ത് സ്നേഹമില്ലാത്തൊരവസ്ഥ, അല്ലെങ്കിൽ ചില സമയത്ത് നിങ്ങളോട് മറ്റോ ഏതോ ഒരു കാര്യത്തിനാണ് ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്നുള്ളത് പറയാതെ പറയാം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പല സൂചനകൾ തന്നതായിട്ടായിരിക്കും നിങ്ങൾക്ക് തോന്നുന്നത്. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ചിലരെങ്കിലും ഈ ഒരു വ്യക്തിയോട് തന്നെ ചോദിച്ചിട്ടുണ്ടാവും, ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഞാനായിട്ട് ഇറങ്ങി പോകാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലൂടെ പോയിട്ടുള്ള വ്യക്തികൾ, അല്ലെങ്കിൽ ഇത്തരത്തിൽ നിങ്ങളുടെ പേഴ്സണോട് സംസാരിച്ചിട്ടുള്ള വ്യക്തികൾ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. നിങ്ങളുടെ ലൈഫിൽ ഇത്തരത്തിലുള്ളൊരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടോ? നിങ്ങൾ അവരോട് ഇങ്ങനെ തുറന്ന് ഓപ്പണായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടോ? അതായത് ഞാനായിട്ട് തന്നെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ തേച്ചതായിട്ട് ഇരുന്നോട്ടെ, നിങ്ങൾ നല്ല ആളായിട്ട് മാറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞതാണോ എന്നുള്ള രീതിയിൽ ചിലപ്പോൾ സംസാരിച്ചിട്ടുണ്ടാവാം. അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പറയാം. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ വരുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു യഥാർത്ഥ റീസൺ നമുക്ക് അറിയാൻ പറ്റാതെ നമ്മൾ കുഴങ്ങിപ്പോകുന്നതാണ്. ചില സമയങ്ങളിൽ നമ്മൾ തന്നെ വിചാരിക്കും നമ്മളുടെ ഒരു തോട്ട് മാത്രമാണോ,
അല്ലെങ്കിൽ നമ്മളുടെ ഒരു ചിന്താഗതി കൊണ്ടാണോ ഇങ്ങനെ നമുക്ക് ഫീൽ ചെയ്യുന്നത്, ആ ഒരു പേഴ്സൺ അവർ പറയുന്നത് പോലെ തന്നെ നല്ല ട്രസ്റ്റ്ഫുള്ളായിട്ട് തന്നെ നിൽക്കുകയാണോ എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും. ചില സമയത്ത് നമുക്ക് വളരെ വിസിബിളായിട്ട് ഇവരുടെ ഒരു പെരുമാറ്റത്തിൽ നിന്ന് തന്നെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവാം, പക്ഷേ അവരത് സമ്മതിച്ച് തരില്ല. അല്ലാന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരേപോലെ ഇരിക്കാൻ സാധിക്കുമെന്ന് ഈ ഒരു പേഴ്സൺ ചോദിച്ചിട്ടുണ്ടാവാം. അപ്പോൾ ആ തരത്തിലൊക്കെ പലവിധ അനുഭവങ്ങൾ നമുക്ക് വരുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഓപ്പോസിറ്റ് ഒരു തേർഡ് പാർട്ടി ഉണ്ട് എന്ന് നമുക്ക് വളരെയധികം അഷ്വേർഡ് ആണെന്നുണ്ടെങ്കിൽ പോലും ഇത്രയധികം ഒരു പെയിൻ ഉണ്ടാവില്ല. കാരണം നമുക്കിവിടെ ചൂണ്ടിക്കാണിക്കാനായിട്ട് ഒന്നുമില്ല. അല്ലെങ്കിൽ എന്താണ് പ്രശ്നം എന്ന് മറ്റൊരാളോട് പറയാൻ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് പറയാൻ സാധിക്കില്ല. പലരും നമ്മളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരൊക്കെ ഇതിനകത്ത് ഇൻവോൾവ് ആണെങ്കിൽ പോലും അത് തോന്നലായിരിക്കും ചിലപ്പോൾ എന്ന് തന്നെയായിരിക്കും നമ്മളോട് പറയാം. അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് നമുക്ക് മനസ്സിലാവുക, ഈ ഒരു പേഴ്സൺ നമ്മളിൽ നിന്ന് ഇറങ്ങിപ്പോയ ശേഷമായിരിക്കും മനസ്സിലാവുക ഇതെല്ലാം അതിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു എന്നുള്ളത്. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇത് നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് സഫർ ചെയ്തതായിട്ട് തന്നെയാണ് മനസ്സിലാവുന്നത്. അതായത് നിങ്ങളുടെ ഊണിലും ഉറക്കത്തിലൊക്കെ ഈ ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് എന്തുകൊണ്ടാണ് ഇങ്ങനെയെന്നൊക്കെ ആലോചിച്ച് പല ദിവസങ്ങളും അല്ലെങ്കിൽ നിങ്ങളുടെ ഒരുപാട് എനർജി ഡ്രെയിനായി പോയിട്ടുണ്ടാവാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റും അല്ലെങ്കിൽ ആ ഒരു സെൽഫ് വാല്യൂ ഈ ഒരു പേഴ്സൻ്റെ മുമ്പിൽ നിങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടാവാം. അപ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്ന ആ ഒരു എനർജി വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഈ ഒരു റീഡിങ് കേൾക്കുന്ന സമയം വരെ നിങ്ങളെ വേണ്ട എന്ന് ഈ ഒരു പേഴ്സൺ തീർത്ത് പറഞ്ഞിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങളെ ഇഷ്ടമല്ല, നിങ്ങളെ ലൈഫിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല, ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ആ ഒരു പേഴ്സൺ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ നിങ്ങളെ ഇഷ്ടമല്ലെന്ന് നിങ്ങൾ പറയാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പോലും അവരതൊന്നും സമ്മതിച്ച് തന്നിട്ടുണ്ടാവില്ല. അപ്പോൾ പതിയെ പതിയെ നിങ്ങളുടെ മെസ്സേജസിനോ അല്ലെങ്കിൽ കോൾസിനോ ഒക്കെയുള്ള റെസ്പോൺസ് കുറഞ്ഞിട്ടുണ്ടാവും. ആദ്യമുള്ള വേഗതകളിൽ പിന്നീട് ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് റെസ്പോൺസ് തന്നിട്ടുണ്ടാവില്ല. നിങ്ങളും ഒരുപാട് ചോദിച്ചും പറഞ്ഞും മടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ ഒരു സ്വൈര്യം കളയാണെന്ന് വേണമെങ്കിൽ ഈ ഒരു പേഴ്സൺ പറഞ്ഞിട്ടുണ്ടാവാം. എല്ലാ കുറ്റവും നിങ്ങളുടെ തലയിൽ തന്നെ വെച്ചിട്ടുണ്ടാവാം. നിങ്ങളാണ് ഇതിന് കാരണം, അല്ലെങ്കിൽ അല്ലാതെ ഈ ഒരു റിലേഷൻഷിപ്പിന് യാതൊരു പ്രോബ്ലം ഇല്ല, എല്ലാം നിങ്ങളുടെ തോന്നൽ കൊണ്ട് വന്നിരിക്കുന്ന പ്രോബ്ലം മാത്രമാണ്, അവർക്കൊരു സ്വൈര്യവും സ്വസ്ഥതയും നിങ്ങൾ കൊടുക്കുന്നില്ല, ഇങ്ങനെയുള്ള എല്ലാ ബ്ലെയിമും നിങ്ങളുടെ തലയിലായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ തിരക്ക് കൊണ്ടാണ് നിങ്ങൾക്ക് കാര്യമായിട്ടുള്ള ഒരു റെസ്പോൺസ് തരാൻ പറ്റാത്തതെന്ന് പറഞ്ഞിട്ടുണ്ടാവാം. അപ്പോൾ നിങ്ങളിതിന് വേണ്ടിയിട്ട് ഓരോ തവണയും ഈ ഒരു പേഴ്സണെ പ്രീതിപ്പെടുത്തുന്ന രീതിയിൽ മുന്നോട്ട് പോകാൻ ശ്രമിച്ചിട്ടുണ്ടാവാം. പക്ഷേ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഒരു പരിധി കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ ആ ഒരു സെൽഫ് വാല്യൂ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. ഇപ്പോൾ കറൻറ്റ്ലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടുപേരുടെയും ഒരു ഈഗോ പ്രോബ്ലമായിട്ട് മാറിയിട്ടുണ്ടാവാം ഈ ഒരു റിലേഷൻഷിപ്പ്. അതായത് നിങ്ങൾ ഒരുപാട് കോണ്ടാക്ട് ചെയ്തു, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ പുറകെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് നടന്നു, നിങ്ങൾക്ക് ഒരുപാട് ആൻസേഴ്സ് വേണം, അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ അവർക്ക് തുടരാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അവരായിട്ട് തന്നെ ഓപ്പണായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ പോകാൻ റെഡി ആയിരുന്നായിരിക്കും. പക്ഷേ ഇതൊന്നും നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല, ആ ഒരു അവഗണനയാണ് കൂടുതലായിട്ട് കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ ആ ഒരു റെസ്പോൺസ് കംപ്ലീറ്റ്ലി കുറഞ്ഞു വന്ന് ഇപ്പോൾ ഉള്ള ആ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കറൻറ്റ്ലി ഇപ്പോഴും അവർ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ യാതൊരു ആക്ഷനും എടുക്കുന്നില്ല, ആ ഒരു റെസ്റ്റിലാണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടേതായിട്ടുള്ള ഒരു സെൽഫ് വാല്യൂ നിങ്ങൾ തിരിച്ചറിഞ്ഞു, ഒരുപാട് ഡിപ്രഷനിൽ നിന്ന് നിങ്ങളിപ്പോൾ കയറി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ പുതിയതായിട്ട് ചില ഗോൾസ് അല്ലെങ്കിൽ ചില കാര്യങ്ങൾ അച്ചീവ് ചെയ്യണം എന്നുള്ള താല്പര്യമുണ്ട്. അപ്പോൾ പ്രധാനമായിട്ട് നിങ്ങളുടെ മനസ്സിൽ ഈ ഒരു വ്യക്തിയുടെ മുൻപിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ ആദ്യമേ ഒരു കളങ്കവും ഇല്ലാതെ അല്ലെങ്കിൽ അത്രത്തോളം പ്യുവർ ലവ് ആയിരുന്നു ഈ ഒരു പേഴ്സണോട് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളതെങ്കിൽ ഇപ്പം നിങ്ങളുടെ മനസ്സിലൊരു വാശി കൂടിയുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ഇല്ലാതെയും എനിക്ക് ജീവിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ എനിക്കും ചെയ്തു തീർക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്, ഞാനും ബിസിയാണെന്ന് കാണിക്കാനായിട്ട് നിങ്ങൾക്ക് ഒരുപാട് താല്പര്യമുണ്ടാവുക. അപ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്ന കൂടുതൽ വ്യക്തികളുടെയും ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം. നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ എബ്രോഡിലായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ എബ്രോഡിലായിരിക്കും. അത്തരത്തിലൊക്കെയുള്ള ഒരു റിലേഷൻഷിപ്പ് ആവാനാണ് നമുക്ക് കൂടുതൽ സാധ്യത കാണുന്നത്. അപ്പോൾ ഇങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ കറൻറ്റ്ലി നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നിനുമില്ല, തീർത്തും ശാന്തമായിട്ടിരിക്കുന്നു. പക്ഷെ നിങ്ങളുടെ മനസ്സ് ശാന്തമല്ല. കാരണം ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പഴയ സ്നേഹമോ അല്ലെങ്കിൽ അടുപ്പോ അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണിൻ്റെ പുറകെ നടക്കുന്ന കാര്യങ്ങളൊക്കെ നിർത്തിയതോടുകൂടി അത് അവർക്കൊരിക്കലും ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. കാരണം അവരെ വിട്ടിട്ട് നിങ്ങൾക്കൊരു ലൈഫ് ഉണ്ടാവും, അല്ലെങ്കിൽ ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കും എന്നുള്ളത് അവരെ കുറച്ച് വിഷമിപ്പിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ഒരു ഫൈനലായിട്ടുള്ള ആ ഒരു ഡിസിഷൻ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിന് നിങ്ങൾക്ക് കിട്ടേണ്ടുന്ന ആ ഒരു വിധി നിങ്ങൾ യൂണിവേഴ്സിന് വിട്ടുകൊടുത്തിരിക്കുകയാണ്. ഞാൻ ഇതിനകത്ത് പ്രത്യേകിച്ച് തെറ്റുകളൊന്നും ചെയ്തിട്ടില്ല, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഞാൻ സിൻസിയറായിരുന്നു, എനിക്കുള്ള ആ ഒരു നീതി യൂണിവേഴ്സ് തരട്ടെ എന്ന് നിങ്ങളിപ്പോൾ കംപ്ലീറ്റ്ലി ട്രസ്റ്റ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് മൂവ് ഓണായി പോയിക്കൊണ്ടിരിക്കുന്നു.
ഈ ഒരു പേഴ്സൻ്റെ മുൻപിൽ ജീവിച്ച് കാണിക്കാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നു. ആ ഒരു തരത്തിലാണ് നിങ്ങളുടെ എനർജി. അപ്പോൾ അതേസമയം തന്നെ നിങ്ങൾ അവരിൽ നിന്ന് മൂവ് ആയി പോയി എന്ന് ഈ ഒരു പേഴ്സൺ മനസ്സിലാക്കിയ ആ ഒരു സമയം മുതൽ ഇവർ കൂടുതലായിട്ട് നിങ്ങളുടെ കാര്യത്തെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് തന്നെ ഈ ഒരു പേഴ്സൺ പലപ്പോഴും ചിന്തിക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ നേരത്തെ നിങ്ങളാണ് ഈ ഒരു പേഴ്സൻ്റെ പുറകെ നടന്നിരുന്നത്, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് കൂടുതലായിട്ട് ചിന്തിച്ചുകൊണ്ടിരുന്നതെങ്കിൽ കറൻ്റ്ലി ഈ ഒരു വ്യക്തിയാണ് കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയും അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫ്യൂച്ചർ എന്താവും എന്ന് ആലോചിക്കുകയും നിങ്ങളെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കുന്ന ആ ഒരു എനർജിയിലേക്ക് വന്നിരിക്കുന്നത് ഈ ഒരു പേഴ്സണാണ്. പക്ഷെ അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം എന്ന് പറയുന്നത് ഇവരായിട്ട് തന്നെ ഒരുപാട് ഈഗോ കാണിച്ച് അല്ലെങ്കിൽ പറയാതെ പറഞ്ഞ് നിങ്ങളെ ഹേർട്ട് ചെയ്തിട്ടുള്ള വ്യക്തികളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് നിങ്ങളുടെ മുൻപിലേക്ക് വരാനായിട്ടൊരു മടിയുണ്ട്. അപ്പോൾ വീണ്ടും നിങ്ങൾ പഴയതുപോലെ ഇവരെ അന്വേഷിച്ച് ചെന്നിരുന്നെങ്കിൽ എന്ന് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നേരെ തിരിഞ്ഞിരിക്കുന്നൊരു സിറ്റുവേഷനാണ് നമുക്കിപ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത്. ഒരുപാട് ഈ ഒരു വ്യക്തി എവിടെയാണെന്നുണ്ടെങ്കിലും എത്ര ലോങ് ഡിസ്റ്റൻസ് ആണെന്നുണ്ടെങ്കിലും നിങ്ങളെക്കുറിച്ച് തന്നെ ആലോചിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്തിൻ്റെ പേരിലാണെങ്കിലും ഇത്രയും നാളും ഒരു വഷളായിട്ട് അല്ലെങ്കിൽ വളരെ വീക്കായിട്ട് അൺഹെൽത്തി ആയിട്ട് പോരുന്ന ഈ ഒരു റിലേഷൻഷിപ്പ് അതൊരു ഇരുട്ടിലായിരുന്നെങ്കിൽ അതിലേക്ക് ആ ഒരു സൺലൈറ്റ് വരുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു പ്രകാശം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വരുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ അതോടൊപ്പം തന്നെ ഇവിടെ പറയേണ്ടുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഇനി ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ ഒരു കീ അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഹോൾ പാർട്ടും നിങ്ങളുടെ കയ്യിലാണുള്ളത്. അതായത് നമ്മൾ പറയില്ലേ, ഇനി പന്ത് എൻ്റെ കോർട്ടിലാണ് എന്ന് പറയുന്ന ആ ഒരു രീതിയിലാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ ലാസ്റ്റ് വന്നിരിക്കുന്ന ആ ഒരു മജീഷ്യൻ കാർഡ് പറയുന്നത് പോലെ തന്നെ ഇനി ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഹോൾ പവർ നിങ്ങളുടെ കൈകളിലാണ്. ആ ഒരു മാജിക് വാണ്ട് നിങ്ങളുടെ കൈകളിലുണ്ട്. അപ്പോൾ ഇനി ഇത് നമ്മൾ പറയുന്ന പോലെ കൊല്ലാനാണെങ്കിലും വളർത്താനാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം എന്ത് ചെയ്യണം എന്നുള്ളത്. കാരണം ആ ഒരു ഹോൾ പവർ യൂണിവേഴ്സ് നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുകയാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ. അപ്പോൾ ഇവരെ ഇനി കൂടെ നിർത്തണം എന്ന് വിചാരിക്കുന്നവർക്ക് ഈ വ്യക്തി വരുമ്പോൾ നിങ്ങളുടെ കൂടെ ചേർത്ത് നിർത്താം, അല്ലാത്തവർക്ക് ഒഴിവാക്കി വിടാം. അപ്പോൾ നിങ്ങളുടെ ആഗ്രഹം എന്താണോ അതിനുള്ള ഒരു കീ ആണ് നിങ്ങളുടെ കൈകളിലേക്ക് വരാൻ പോകുന്നത് എന്നാണ് നമുക്കിവിടെ മനസ്സിലാവുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. ഇതിനകത്ത് നമ്മൾ പ്രത്യേകിച്ച് ക്ലൂസ് എടുക്കേണ്ട ആവശ്യമില്ല, കാരണം അത്രത്തോളം വിസിബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങളുടെ എനർജി ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.